വീഡിയോ കാണുക, കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തേനീച്ചയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോയിലേക്ക് സ്വാഗതം. റൂട്ട് ചേമ്പറിൽ നിന്നും അടയെടുക്കുകയാണ്. ഈ അടയാണ് നമ്മൾ സൂപ്പറായിട്ട് കെട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹണി ചേമ്പറിൽ ഇട്ട് കൊടുക്കുന്നത്, കട്ട് ചെയ്ത്. ഇങ്ങനെ പുതിയ അടകൾ സൈഡിലൊക്കെ പണിയുന്ന കട്ട് ചെയ്ത് വൃത്തിയാക്കാറുണ്ട്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കൂട് ഫുള്ള് ക്ലീനപ്പ് ആയിരിക്കണം. അവിടെ ഒത്തിരി പഴകിയിട്ടില്ലേ ചേട്ടാ? പഴക്കം കൂടുതലല്ലേ? ഇത് കട്ട് ചെയ്തിട്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇപ്രാവശ്യം കൊണ്ട് കൊള്ളായിരിക്കും അല്ലേ? ആ, ആ ഫ്രെയിം തിരിച്ചിട്ട് കൊടുത്തു. ഇവിടെ സൂപ്പർ വെക്കേണ്ടത് ഒരു 2 ആഴ്ച മുമ്പ് വെക്കേണ്ടായിരുന്നു. സാറിന്റെ പേരെന്ന് പറയാമോ? എൻ്റെ ഒരു നോബൽ ജോർജ്, പൂഞ്ഞാറ്. പൂഞ്ഞാർ. കോട്ടയം ജില്ല പൂഞ്ഞാറിന്നാണേ. സാർ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ സൂപ്പർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ വെക്കാൻ അല്പം താമസിച്ചുപോയി. ഞാൻ സീസൺ അല്പം കൂടെ താമസിക്കുക. ഒരു ഫെബ്രുവരി 15 ആകുമ്പോഴത്തേക്ക് ആവുകയെന്നാണ് പ്രതീക്ഷിച്ചത്. അല്പം മുൻപേ ആയിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ ചൂടൊക്കെ വന്നപ്പോഴത്തേന് തേൻ കുറച്ച് നേരം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസം താമസമുണ്ടല്ലേ? അപ്പോൾ എന്നാലും താമസം വരുന്നതെന്ന് തേനായതുകൊണ്ട് വേഗം വെച്ച് തീർക്കുവാണ്. ഇനി കുറേ സൈറ്റുകൾ വെക്കാനുണ്ട്. പക്ഷെ ആദ്യം വെച്ച സൈറ്റുകൾ ഇന്ന് തേനെടുക്കും, ഉച്ചവരെ തേനെടുക്കുമായിരുന്നു. കഴിഞ്ഞിപ്പോൾ ബാക്കി സൂപ്പർ വെക്കുക. നാളെ അതുപോലെ ഇങ്ങനെ 3-4 ദിവസം കൊണ്ട് വെച്ച് തീർക്കാം. നമ്മൾ അത്യാവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം വെച്ചുപോയി. താമസം വരുന്ന സ്ഥലങ്ങളിലാണ് വെയിറ്റ് ചെയ്തത്. കുഴപ്പമില്ല. ഇവിടെ ആവശ്യത്തിന് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നത് സമയത്ത് ചെയ്യാത്തതുകൊണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ട് സൂപ്പർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇത് ഫ്രെയിം ചെയ്ത് നമ്മളിത് അട എടുത്തിട്ട് ഇപ്പോൾ പുതിയ അട നമുക്ക് കിട്ടാൻ കുറവായതുകൊണ്ട് ഇപ്പോൾ കുറച്ചെല്ലാം പഴയ അടയും കൂടെ വെക്കുവാണ്. തീർത്തും പഴയ അട ഒരു പ്രാവശ്യം ഈച്ച ഇറങ്ങിയതേ ഉള്ളേ. ഇറങ്ങിയേ ഉള്ളൂ. കുഴപ്പമില്ല, ഇത് ആയിക്കോളൂ, വേഗം ആയിക്കോളൂ. പുതിയ അട തന്നെ വെക്കേണ്ടിരുന്നത് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് അല്പം മൂത്ത അടയും കൂടെ വെക്കുവാണേ. ഇത് പുതിയ അതായത് തേൻ കണ്ടോ, നമ്മൾ പുതിയ തേനൊക്കെ ശരിക്കും വന്നു തുടങ്ങി. ഇത് പുതിയതായിട്ട് അവർ അടപ്പയിലുണ്ടാക്കിയത്, അടപ്പയിലേക്ക് ഉണ്ടാക്കിയത് അറിഞ്ഞുകൊണ്ട് ഇപ്പം തേൻ വരവ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തേൻ തൊടാൻ പാടില്ല. നമ്മളിത് അടയിൽ കിടന്ന് മെഷീനെ വെക്കുന്നു, കറക്കുന്നു, ജാറിൽ ഒടിക്കുന്നു. നമ്മുടെ കൈയൊക്കെ എപ്പോഴും ഈ തേനെടുക്കുന്ന സമയത്ത് ചൂട് കൂടുതലുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ വേർക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ ചെയ്യുവാണെങ്കിൽ തേൻ കേടാതിരിക്കും. അതുപോലെ ശുദ്ധി കൂടുതലുണ്ട്. അതുപോലെ നമ്മൾ ഊതുക, ഇതൊന്നും ചെയ്യരുതല്ലേ? ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഊതുമ്പോഴൊക്കെ നമ്മുടെ തുപ്പലൊക്കെ തെറിക്കും. അതുപോലെ നമ്മുടെ വായിലോ അസുഖം അല്ല എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തേനിലേക്ക് വരും. പലരും പല്ല് മോണ രോഗവും മറ്റെന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ചെയ്യാൻ പാടില്ല. അതുപോലെ പുക പ്രശ്നമല്ല സാറേ? പുക കൊടുക്കാതിരിക്കാനല്ല. പുക അതായത് വിറക് നമ്മൾ ജൈവ സാധനമാണ്. പക്ഷേ അത് കത്തി കഴിയുമ്പോൾ മാറിയല്ല. പുക എപ്പോഴും അതിന്റെ രുചി, തേന്റെ ടേസ്റ്റ് മാറി. തേൻ എന്ത് സ്മെല്ല് വന്നാലും അത് വലിച്ചെടുക്കും സാധനം. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രകൃതി ഒരു മോശമായിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ഒരു കോഴിക്കോട് തൊട്ടടുത്തിരുന്നാൽ അത് പ്രശ്നമാണ്. ഒരു പശു കൂടെ തേൻ്റെ അതിന്റെ ടേസ്റ്റ് വരും, രുചി മാറിപ്പോ. തേൻ്റെ ഒറിജിനൽ രുചിയാണ് അത് കിട്ടത്തില്ല. അത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. തേനെടുക്കുമ്പോൾ നമ്മൾ അരിക്കുന്നതൊക്കെ നല്ല
ക്ലീൻ ആയിട്ട് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തോർത്തോ അതുപോലെ അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പശുവിനെ കുടിക്കാൻ കൊടുത്ത നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനുവേണ്ടി തന്നെ പാത്രങ്ങളും എല്ലാം എങ്കിൽ അത്ര നല്ലതായിരിക്കും. കഴിക്കുന്നവർക്ക് സന്തോഷം, നമുക്ക് കൊടുക്കുന്നവർക്ക് നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് തേൻ കൊടുക്കുന്നുള്ളൊരു നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടും. വില 50 രൂപ 100 രൂപ കൂടി മേടിച്ചാൽ ആരും കുഴപ്പമില്ല. തേനിന്റെ അത് നമ്മൾ പ്രത്യേകം നോക്കണം. വാങ്ങിക്കാൻ പറ്റുന്നവർക്കേ. അതെ. പിന്നെ പാത്രങ്ങൾ കുപ്പിയൊക്കെ നല്ലതായിരിക്കണം. മൊത്തത്തിൽ നല്ല ക്ലീൻ ആയിരിക്കണം. തേൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തേൻ ഔഷധമായിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ. നമ്മൾ വീട്ടിൽ തേൻ മേടിച്ച് വെച്ചാലും സാധാരണ വീടുകളിലേക്ക് തേൻ പുറകോട്ട് ഒരു ബ്രാൻഡി മേടിച്ചെന്ന് വെച്ചാൽ എത്രയും വേഗം കുടിച്ചു തീർക്കും. തേനാണെങ്കിൽ ഇത് മരുന്നാണ്, മരുന്നിന് വേണ്ടി വെച്ചേക്കാൻ നമ്മൾ മാറ്റി വെക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാർ ഇപ്പോൾ സൂപ്പർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൊണ്ടുവന്നിരിക്കുന്ന അടയാണ് തേനട. റൂട്ട് ചേമ്പറിൽ നിന്നും കട്ട് ചെയ്തെടുത്ത അടയാണ്. ഇത് മടിയൻ അടയാണ്. ആണിച്ചറ മുട്ടയാണ് വലിയ രീതിയിൽ കാണുന്നത്. നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയാം. ഇത് വളരെ കൂടുതൽ ഇതാ കളഞ്ഞാൽ മതി. വളരെ കൂടുതൽ. ഓക്കെ. ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, അത് എടുക്കാൻ പറ്റുമേ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം പമ്പ് ചെയ്ത് ആ ചെത്തിയ അത്രയും മുട്ട നമ്മൾ ലാർവകളെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കേടാകും. അതെ. കേടാക്കി കഴിയുമ്പോൾ ഈച്ചയ്ക്ക് എടുക്കുമ്പോൾ രോഗം വരും. നമ്മളങ്ങനെ ചെത്തിയത് അടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കേടാവും. പിന്നെ ഈച്ചയ്ക്ക് രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് സാർ പറയുന്നത്. ഇതിൻ്റെ ഈ പുഴുവില്ലേ, ആ പുഴുവിനെ ശരിക്കും 3 മണിക്കൂർ അഴുകാൻ തോന്നും. 3 മണിക്കൂർ കേടാൻ തോന്നും. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ നമ്മളിതിനെ ഈച്ചയ്ക്ക് എടുത്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു ചാറ് പോലെ ആവും ഈ അടയ്ക്കാത്തിരുന്നു. പിന്നെ അവരെങ്ങനെ എടുത്ത് കളയുന്നത് കുടിക്കണം. തേനീച്ച അന്നേരം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദഹന പ്രശ്നങ്ങൾ വരും, രോഗങ്ങൾ വരും. അത് തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തേനീച്ചയ്ക്ക് രോഗം വന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് നമ്മൾ വരുത്താനുള്ള കാരണങ്ങൾ കൂടുതലാണ് നമ്മൾ വരുന്നത്. പിന്നെ പൂമ്പൊടി ഒന്നും ആവശ്യത്തിന് കിട്ടുന്നില്ലാത്ത സ്ഥലങ്ങൾ തേനീച്ച കോളനികൾ സ്ഥാപിച്ചാൽ തേനീച്ചയ്ക്ക് രോഗം വരും. പൂമ്പൊടി ആവശ്യത്തിന് കിട്ടാത്ത സ്ഥലങ്ങൾ അവർക്ക് പ്രോട്ടീൻ്റെ കുറവ് വരുമെന്ന് നമുക്ക് മനുഷ്യർക്ക് പ്രോട്ടീൻ്റെതും വിറ്റാമിൻ്റെ കുറവ് വരുമ്പോൾ രോഗം വരിക. അതുപോലെ തന്നെ രോഗം വരും. അതുകൊണ്ട് നമ്മൾ പൂമ്പൊടിയൊക്കെ ഇഷ്ടം ധാരാളമുള്ള സ്ഥലങ്ങൾ വെക്കണം. തെങ്ങോ അതുപോലെ മറ്റു ചെടികളൊക്കെ നമുക്ക് തേനീച്ച വളർത്തുന്നവർക്ക് ആദായകരമായിരിക്കും. അതെ. അല്ലെങ്കിൽ രോഗങ്ങൾ വരും, ഉത്പാദനം കുറയും, നമ്മുടെ ഈച്ച കൂടിയാടി പോവും. അവർക്കറിയാം, അവർക്കൊരു ചെറിയ ദൂരമൊന്നുമല്ല, വളരെ ദൂരത്തിലുള്ള ഈ കാര്യങ്ങൾക്ക് അവർക്കറിയാം. എവിടെ ചെന്നാൽ ആവശ്യത്തിന് പൂമ്പൊടി കിട്ടും, അവർക്ക് ജീവിക്കാൻ സാഹചര്യമുണ്ട്. അതല്ലേ മഴക്കാലത്ത് ഇവിടെ മര്യാദയ്ക്ക് ഇരുന്നോളും. വേനൽക്കാലം ആയിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചോദിച്ചാൽ അവർക്ക് പോകണമെന്ന് വെച്ചാൽ പോകും. അവർക്കറിയാം ഇത് 50-100 കിലോമീറ്റർ ആൾ ചെന്നാൽ ജീവിക്കാൻ. അതല്ലേ പെരുന്തേനീച്ചൊക്കെ ഭൂഖണ്ഡങ്ങൾ മറികടന്ന് വരും. ഭൂഖണ്ഡങ്ങൾ വരെ മറികടന്ന് വെച്ചാൽ അവരൊരു 1000-500-1000 കിലോമീറ്റർ കണ്ട് അവിടെ അളപ്പിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ കടന്നു വരുന്നത്. റെസ്റ്റ് ചെയ്തങ്ങ് പോരും. അതെല്ലാം നമ്മൾ പെരുന്തേനീച്ച മഴക്കാലം ആകുമ്പോൾ ഒന്നും കാണുന്നില്ല. മഴക്കാലം വീണ്ടും നമ്മുടെ വരുന്നുണ്ടല്ലോ. അത്രയും കാലം ഈച്ച ജീവിക്കുന്നില്ല. ശരിയാണ്. ഈച്ച കുറച്ച് കാലം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. ഓക്കെ സാർ, താങ്ക് യു.